സ്നേഹിതരെ എല്ലാവർക്കും നമസ്കാരം. അഹല്യ ജീവിതരേഖ ആരംഭിക്കുന്നു ഏഷ്യാനെറ്റ് റേഡിയോ 657-ൽ. നിങ്ങളെ ഏവരെയും അഹല്യ ജീവിതരേഖയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഞാൻ രാജീവ് കോടമ്പള്ളി. ഇന്ന് അഹല്യ ജീവിതരേഖയിൽ നമ്മളോടൊപ്പമുള്ളത് നിങ്ങൾക്ക് വളരെയധികം പരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ സാറാണ്. ബർജിൽ ജിയോജിത് സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ കെ വി ഷംസുദ്ദീനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. റംലാൻ മുബാറക്. താങ്ക് യു. നോമ്പിലാണ് സാറിന്റെ ഔട്ട്വേർഡ് അപ്പിയറൻസ് തന്നെ മാറിയിരിക്കുന്നു. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? നന്നായി പോകുന്നു. ഇന്ന് പ്രധാനമായിട്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BSE 25,967 പോയിന്റ് എത്തി 252 പോയിന്റ് ഉയർന്നിരിക്കുകയാണ്. അതേസമയത്ത് നിഫ്റ്റി 7,751 എത്തി 67 പോയിന്റ് ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളം കമ്പനികളുടെ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് എല്ലാം പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വരുന്ന മിക്കവാറും റിസൾട്ട് എല്ലാം നല്ല റിസൾട്ടായിട്ടാണ് അത് കാണുന്നത്. അത് ഇനി ഓരോ കമ്പനികളുടെ പ്രവർത്തനം നോക്കിക്കൊണ്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രൈസുകൾ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതേസമയത്ത് ലോകത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഉക്രൈൻ സംഭവിച്ചത്, മലേഷ്യൻ എയർലൈൻസിന്റെ എത്രയോ ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തിയ 292 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരൊറ്റ ദുഷ്കൃത്യം കാരണം. അതുപോലെ തന്നെ ഫലസ്തീനിലെ നിരപരാധികളായിട്ടുള്ള എത്രയോ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങൾ ഇറാഖിലും സിറിയയിലും മറ്റു പല പ്രദേശത്തും ആകെ പ്രശ്ന സങ്കീർണമായ സാഹചര്യം നമ്മൾ കാണുന്നു. ഇതൊക്കെ ഒരു തരത്തിൽ മാർക്കറ്റിനെ പ്രതികൂലമായിട്ട് അന്തർദേശീയ തലത്തിൽ ബാധിക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ തന്നെ അതിന്റെ ഡെപ്ത് അനുസരിച്ച് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം താൽപര്യം കാണിക്കുകയാണ്. ഇപ്പോൾ തന്നെ 70,276 കോടി റുപ്പിക ഇന്ത്യയിൽ ഇതുവരെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ പല എപ്പിസോഡുകളിലും സാർ വരുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഈ ഭരണമാറ്റത്തിന് ശേഷം ഷംസുദ്ദീൻ സാറ് ഇന്ത്യയിലെ ഈ മാറ്റങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ബജറ്റിലൊക്കെ ഉണ്ടായിട്ടുള്ള കുറെ ചേഞ്ചസിനെ കുറിച്ചും ഒക്കെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് പലപ്പോഴും പുലർത്തിയിട്ടുള്ളത്. ശരിയാണോ? ശരിയാ രാജീവ്. ഞാൻ എന്റെ ഒരു സ്വഭാവം തന്നെ നമുക്ക് ദോഷവശങ്ങളെ നമ്മൾ നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ ഈ ഭൂമിയിൽ ദോഷവശങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതേസമയത്ത് നന്മകൾ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് നന്മകൾ കാണാം. ഈ ദോഷവശം നമ്മൾ കണ്ടതുകൊണ്ട് അതിന് പരിഹാരം നമുക്കുണ്ടാക്കാൻ സാധിക്കില്ല ഒരിക്കലും. പ്രശ്നമായി നിലനിൽക്കും. അതേസമയത്ത് നന്മകൾ കാണാൻ ശ്രമിച്ചാൽ, വിജയങ്ങൾ കാണാൻ ശ്രമിച്ചാൽ അതിൽ നമ്മളും കൂടെ പങ്കാളിയായി അത് പ്രശ്നത്തെയും സപ്രസ് ചെയ്യും. അത് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ സ്വഭാവം എപ്പോഴും എല്ലാ കാര്യത്തിലും നല്ല വശങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ പുതിയ ഭരണമാറ്റത്തിൽ കുറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? വകയാണ് ഞാൻ കാണുന്നത്. അതേസമയത്ത് മറ്റൊരു ഭാഗം ഉണ്ടായിരിക്കാം, ദോഷവശങ്ങൾ ഉണ്ടാവാം. ആ വശങ്ങളെ ഞാൻ നോക്കുന്നില്ല. കാരണം അത് ധാരാളം പറയാൻ ആളുണ്ട്, അത് മാത്രം പറയാൻ ആളുകൾ ധാരാളമുണ്ട്. അപ്പൊ ഞാനും കൂടെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും നന്മയുടെ അംശം ഉണ്ടെങ്കിൽ അത് എവിടെയായാലും അതെടുക്കുക, അതിനെപ്പറ്റി പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ധാരാളം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർക്ക് ഇന്ത്യയിൽ ഇത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം അതാ, ഇന്ത്യക്കാരായ നമുക്ക് എന്തുകൊണ്ട് ആത്മവിശ്വാസം ഉണ്ടായിക്കൂടാ? ശരി, അതാണ് ഇപ്പൊ അത് നമ്മൾ കാണുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു നമ്മുടെ ഈ മീഡിയയിൽ കൂടെ 8-9 മാസം മുമ്പ് ആളുകളോട് പറഞ്ഞു, നിങ്ങൾ കടം വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് നമ്മൾ 3 ആഴ്ച തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നു. ധാരാളം ആളുകൾ ചെയ്തു. ആ ചെയ്തവർക്കൊക്കെ ഇപ്പൊ 1/3 വിറ്റാൽ തന്നെ കടം വീട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ പലരും വിളിച്ച് നമ്മളോട് പരാതി പറയേണ്ടത്, ഞങ്ങളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ ഇപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും കാണുന്നില്ല. ഉടനെ ഞാൻ ചോദിക്കുക, നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ ഒരു കാര്യം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ
ഇത്രയും പണം നിങ്ങളുടെ കയ്യിൽ മുഴച്ചു കാണുമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നൊരാളും പറയാറില്ല. അതങ്ങ് ചെലവായി പോയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ നിരന്തരം പറഞ്ഞു, ഇപ്പോഴും പറയാണ്, എല്ലാ നിക്ഷേപകരോടും പറയുന്നത്, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് നമ്മൾ ടോട്ടൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ എത്ര ആയിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കുക. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ റിട്ടേൺ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ കൂടുതൽ ചെയ്യാനുള്ളൊരു മനോഭാവം ഉണ്ടായിത്തീരും. അതുപോലെ ചെയ്തതിനെ സംബന്ധിച്ചൊരു ആത്മസംതൃപ്തി ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാവും. പലരും കണ്ണടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. സാർ, ഈ മാർക്കറ്റ് ട്രെൻഡിനെ കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് സാറിനോട് സംസാരിക്കാൻ വേറൊരു വിഷയമുണ്ട്. അപ്പോ ഈ മാർക്കറ്റിന്റെ ഒരു സംഭവം ഇതാണ്. മാർക്കറ്റിൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ ഇപ്പൊ എന്നോട് ചോദിക്കണേ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. മുമ്പ് കടം വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞതുപോലെ ഇപ്പൊ പറയുന്നത്, നിങ്ങൾ സ്റ്റോക്കിലേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ് ഇപ്പോഴാണ്. മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്കറ്റ് ഉയർന്നു വരും, യാതൊരു സംശയം. വിദഗ്ധർ പറയുന്നത് 25,000 എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അധികം താമസിയാതെ 50,000 എത്തും. ഒരു 4-5 വർഷമാകുമ്പോഴേക്കും 50,000 എത്തും എന്ന് പറയുമ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് സംഭവിക്കാൻ അത്രയും സാധ്യതകൾ കാണുന്നുണ്ട്, നിരത്തി വെക്കുന്നുണ്ട് അവര്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഇന്ന ഷെയർ വാങ്ങിച്ചോളൂ എന്ന് പറയാൻ കുറെ ബുദ്ധിമുട്ടാണ്. കാരണം മാർക്കറ്റ് എത്രയും ഉയർന്നു. അതുകൊണ്ട് അതേ സമയത്ത് ആ സെലക്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം ഫണ്ട് മാനേജർമാരെ ഏൽപ്പിക്കണം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുമ്പോൾ. മാത്രമല്ല ഇപ്പോഴും മറ്റൊരു സൗകര്യമുള്ളത് 3 വർഷത്തേക്കൊക്കെ ക്ലോസ്ഡ് എൻഡ് ആയിട്ടുള്ള പല മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അങ്ങനെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ് ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 3 വർഷത്തിന് മുമ്പ് എടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഫണ്ട് മാനേജർമാർക്ക് ഒരു 3 വർഷത്തെ ഒരു വീക്ഷണത്തോടുകൂടി അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വേറെ ചിലർക്ക് തോന്നുന്നു, ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഇപ്പോ എനിക്ക് പണം എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ആളുകൾ റിഡീം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഷെയർ വിൽക്കേണ്ടതായി വരും. അപ്പോൾ ആ ഉദ്ദേശിച്ച റിട്ടേൺ അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള 3 വർഷം ഒക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള ധാരാളം മ്യൂച്വൽ ഫണ്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ക്ലോസ്ഡ് എൻഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആണ് ഞാനിപ്പോൾ നിർദ്ദേശിക്കുക. അതാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു സൂചകമായിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് നമ്മൾ കാണുന്നു എന്ന് പറയുമ്പോൾ അതിന് പങ്കാളിയാവണമെങ്കിൽ, അതിന്റെ മാധുര്യം അനുഭവിക്കണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഉണ്ടായിരിക്കണം. അല്ലാതെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ചെയ്തു വെച്ചാലോ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തു വെച്ചാലോ സ്വർണം വാങ്ങിച്ചു വെച്ചാലോ ഒന്നും തന്നെ അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവുമ്പോൾ അതിൽ നമുക്കൊപ്പം പങ്കാളികളാവാൻ നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. സർ, എൻ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള വേറൊരു എന്താണ് ഒരു സംഗതിയിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പം സാമ്പത്തിക ആസൂത്രണം നടത്താനായി ചിലപ്പോൾ ഒക്കെ സാറിന്റെ അടുത്തിട്ട് വന്നിട്ട് പറയുന്നവരുണ്ട്, എനിക്കിതുവരെ ഒരു പൈസ പോലും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെയും ഞാൻ ജീവിതരേഖയിൽ കേട്ടു, ഒന്നും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ഒരു വീടുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിപ്പെടുന്നവർ. അതും കഴിഞ്ഞ് പിന്നീട് എന്തെങ്കിലുമൊക്കെ ആസൂത്രണം ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ്, അങ്ങനൊരു വിഷയം താങ്കൾ എടുത്തിട്ടത് വളരെ അവസരോചിതാണ്. കാരണം സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് പറയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, വളരെ അവസരോചിതാണ് താങ്കൾ ആ വിഷയം ഇപ്പൊ സ്പർശിച്ചത്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് 3 ഫാമിലികളാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത്. വാർത്ത കാണുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടുന്ന സംഭവമാണ്. കഴിഞ്ഞ 2007 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ എമിറേറ്റ്സിലെ 700ഓളം ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം 2014 37 ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ഇതില് കഴിഞ്ഞ വർഷം ഇവിടുത്തെ അധികാരികൾ തന്നെ ഈ ആത്മഹത്യകളെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത്, ഇവിടെ നടക്കുന്ന ആത്മഹത്യകളിൽ 75% സാമ്പത്തിക ക്ലേശങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ്.
ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്റെ ഒരു അനുഭവം കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 2006 ഇവിടെയുള്ള ആത്മഹത്യകൾ അമിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക, 2008 മൂർധന്യത്തിലെത്തുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ഞാൻ സാന്ത്വനം എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങി. അതായത് അത്തരം പ്രവണതയുള്ള ആളുകൾ നമ്മൾ സമീപിച്ചാൽ അവർക്ക് അവരിൽ നിന്ന് അതിൽ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങളും കൌൺസിലിംഗും മറ്റും കൊടുക്കാൻ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ധാരാളം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ, സോഷ്യൽ വർക്കേഴ്സ് എല്ലാവരും അവരുടെ സഹായം വാഗ്ദാനം ചെയ്തു. അങ്ങനെ കുറെ ആളുകൾ തന്നെ മുന്നോട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഭവം വന്നപ്പോൾ ഇത്രയും കാലത്തിലിടയ്ക്ക് 1000-ഓളം ആളുകൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത്രയും വർഷത്തിലിടയ്ക്ക്. ഇതില് ബന്ധപ്പെട്ട ആളുകളിൽ ഒരു കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റ് മാനസിക സംഘർഷങ്ങൾ കൊണ്ടും ജോലി സംബന്ധമായ സംഘർഷങ്ങൾ കൊണ്ടും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം വിരലിലെണ്ണാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പത്തിക പ്രശ്നമാണ് മെയിൻ അതായിരുന്നു. ഇതുണ്ടാകുമ്പോൾ നമ്മളൊക്കെ സമൂഹ ജീവികളായിട്ടുള്ള നമുക്കൊക്കെ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ അവസ്ഥയിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവര് എപ്പോഴും ആരുമായും സമ്പർക്കം പുലർത്തില്ല, ഡിസ്കഷൻസ് ഇല്ല, മൂകരായിട്ട് എല്ലാം അവരിൽ തന്നെ ഒതുക്കി ഇരിക്കുന്ന ഒരു സ്വഭാവവിശേഷത്തിലേക്ക് ആണ് ആദ്യം നീങ്ങുന്നത്. ഈ അവസ്ഥ കാണുമ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക. നമ്മുടെ സുഹൃത്തായിരിക്കും, നമ്മുടെ സഹപ്രവർത്തകനായിരിക്കും. എന്താണ് മുമ്പത്തെ പോലെയല്ലല്ലോ ഇങ്ങനൊരു അവസ്ഥ കാണുന്നത്. അങ്ങനെ ചോദിക്കാൻ നമ്മൾ തയ്യാറായാൽ, ആരെങ്കിലും എന്നോടത് ചോദിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളത് ചോദിക്കുന്നത്. അത് അവർക്ക് വളരെയധികം സമാധാനം നൽകും. അപ്പോൾ അവർ ചിലപ്പോൾ കാര്യങ്ങൾ നമ്മളോട് പറയും. ഒരുപക്ഷെ നമുക്ക് ആർക്കും ഇന്ന് നമ്മളിവിടെ കാണുന്ന കടങ്ങൾ വീട്ടാൻ വേണ്ടി സഹായിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ കാര്യങ്ങള് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ മനുഷ്യരെത്തിക്കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി ശരിയായിട്ടുള്ള ദിശയിൽ പ്രവർത്തിക്കാത്തൊരവസ്ഥയിലെത്തും. അപ്പൊ നമ്മളുടെ ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കൊരു ആത്മവിശ്വാസവും ഒരു സമാധാനവും കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുകയും, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പല വിധത്തിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ അവസരം ലഭിക്കുകയും. ആദ്യം ഒരു സാന്ത്വനം, പിന്നെ കുറച്ച് ഐഡിയാസ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു സുഹൃത്ത് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഒരു മുസ്ലിം സുഹൃത്ത്, അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട്, ഷംസുദ്ദീൻ സാർ, എന്നെ പെട്ടെന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി താങ്കളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതൊരു അസാധാരണമായൊരു കാര്യം. അപ്പൊ എന്താണ്, ആരാണ്, എന്താണ് എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് വിഷയം. ഇവിടെ സുപ്രഭാതമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് SMS വന്നിട്ടുണ്ട്. അതെ, 3 ഫാമിലികൾ, 3 കുടുംബങ്ങളെയാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ അസാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത്രയും പേർക്കും ആശ്രയമില്ലാതായി പോകും. എന്നെ രക്ഷിക്കാൻ ഉടൻ തന്നെ എന്നെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോ ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രാജിജി എന്താണെന്ന് പറഞ്ഞാല്, ആ മനുഷ്യനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് 8 ക്രെഡിറ്റ് കാർഡിലായിട്ട് ഏകദേശം 8 ലക്ഷത്തോളം കടമുണ്ട്. സമർത്ഥനായിട്ടുള്ള സെയിൽസ്മാനാണ് അദ്ദേഹം. പക്ഷെ ഇത് എന്തുണ്ടായി, ഇത് വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ കഴിവുകളെല്ലാം നിഷ്ക്രിയമായി പോയി. അദ്ദേഹത്തിന് പണ്ടതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ജോലിയിൽ അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഈ അവസ്ഥയിലാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആകെ ഞാൻ കണ്ടൊരു വഴി, ഒരാൾക്കും സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് സഹായിച്ച് കരകയറ്റാൻ സാധിക്കില്ല. നിങ്ങൾ എന്തായാലും ദൈവവിശ്വാസിയാണ്, ഇത്രയും ഇതായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ദൈവത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ബാങ്കുകളിലും ഓരോ ദിവസം കയറി ഇറങ്ങുക. അവര് വളരെയധികം അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ജയിലിലേക്ക് അയക്കാം. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ 100% നിങ്ങൾക്ക് പണം തിരിച്ചു തരും. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് സാവകാശം തരണം. നിങ്ങൾ എനിക്ക് സാവകാശം തരികയും കുറച്ചൊരു ഡിസ്കൗണ്ടൊക്കെ തരികയും ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ബാങ്കുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അത്ഭുതം എന്ന് പറയാൻ സാധിക്കൂ. എല്ലാ ബാങ്കുകൾക്കും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള
പ്രതികരണം ലഭിച്ചു. അതിന്റെ ഫലമായിട്ട് ഇന്നലെ ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഇവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ. ആ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട്. അതൊരു അനുഭവം. മറ്റൊരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു ടൈലറായിട്ടുള്ള ഒരാള് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സ്റ്റൂളുമിൽ കയറി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും അയാളുടെ റൂംമേറ്റ് ഉച്ചയ്ക്ക് വരാറില്ല. പെട്ടെന്ന് റൂമിലേക്ക് അങ്ങ് കയറി വരികയാണ്. കയറി വന്ന് ഇയാളെ പിടിച്ച് ഉയർത്തി രക്ഷപ്പെടുത്തി. അങ്ങനെ ഈ വ്യക്തിക്ക്, ആ റൂംമേറ്റിന് എന്നെ കേട്ടറിയാം, അദ്ദേഹത്തിനായിട്ട് എന്റെ ഓഫീസിൽ വരികയാണ്. അപ്പോ ഒരു വളരെ മുഷിഞ്ഞ വേഷവും ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കാണുമ്പോൾ തന്നെ. അത് സംസാരിക്കുമ്പോൾ ഓരോ സംസാരത്തിലും വിങ്ങിപ്പൊട്ടുകയാണ് അദ്ദേഹം. വലിയ 20,000 ദർഹത്തിൽ താഴെയുള്ളൂ കടം. എന്നിട്ടാണ് അങ്ങനെ ഉള്ളൊരവസ്ഥയിൽ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അതിനു മുമ്പൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട് മരിക്കാൻ വേണ്ടിയിട്ട്. പട്ടിണി കിടന്ന് മരിക്കാൻ വേണ്ടി നോക്കി. അതിലും അയാൾ പരാജയപ്പെട്ടു. അങ്ങനെ സംസാരിച്ച് ഒരു മണിക്കൂറിന് ശേഷം അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ചിരിച്ചിട്ടാണ് പോയത്. സാർ എന്തൊക്കെ പറഞ്ഞു? ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് അമ്മ രോഗിയാണ്, ഭാര്യയും മക്കളുമുണ്ട്. 7 സെന്റിലെ 70 വർഷം പഴക്കമുള്ള ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ ആ രോഗിയെ, അമ്മയെപ്പറ്റി നിങ്ങൾ ഓർത്തു, ഭാര്യയെപ്പറ്റി ഓർത്തു, നിങ്ങളെ കുഞ്ചു മക്കളെ പറ്റി ഓർത്തു? നമുക്കൊക്കെ ജീവിതം ദൈവം തന്നുള്ള ഒരു ദാനമാണ്. അത് തിരിച്ചെടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അതുകൊണ്ട് താങ്കൾ ആ ഒരു കാര്യത്തെപ്പറ്റി ഇനി ആലോചിക്കരുത്, എന്നോട് എന്റെ കൈ പിടിച്ച് പറയൂ, ഞാൻ ഇനി അതിനെ സംബന്ധിച്ച് ചിന്തിക്കില്ല എന്ന്. എന്റെ കൈ പിടിച്ചു അദ്ദേഹം പറഞ്ഞു, ഇന്ന് വരെ ഒരാളും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഭൂമിയിൽ ഒരാളെങ്കിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ അങ്ങനെ ഒരാൾ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇടപെടണമെന്ന് പറയുന്നല്ലേ എന്ന് പറഞ്ഞ ആ വ്യക്തി ഇന്ന് അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തില് സസന്തോഷം ജോലി ചെയ്യുന്നു. ഒരു ജോലിക്കാരനെ നാട്ടിൽ നിന്ന് വരുത്തി ചെറിയ ചില സഹായങ്ങൾ, ഇപ്പോ ഇതിൽ ഇടപെട്ട ഒരു മലയാളി പെൺകുട്ടി, നല്ല ജോലിയുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഞാൻ വിളിക്കുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്ററി എടുത്തിരുന്നു, നാഷണൽ ന്യൂസ് പേപ്പർ. ഞാനും അദ്ദേഹം അതിൽ പങ്കാളിയാണ്. ആ എടുത്ത ആ കുട്ടി ഇടയ്ക്ക് വിളിക്കും, ഇദ്ദേഹത്തിന് ചില സാമ്പത്തിക സഹായം കൊടുക്കും, ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കും. ഞാനും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു എന്ന് ഇപ്പൊ രാജീവ് ഇപ്പൊ വിളിച്ച് സംസാരിച്ചാൽ രാജീവിന് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ സംസാരത്തിൽ. അപ്പോ ഞാൻ പറയുന്നത്, ഇത്തരം ഇടപെടല് മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതേസമയത്ത് വൻതുക, ഇപ്പൊ ഈയിടെ നടന്ന ഇതില് വൻതുകയാണ് അദ്ദേഹത്തിന്റെ. എന്നാൽ തന്നെ അതിനൊരു പ്രതിവിധിയല്ല ആത്മഹത്യന്റെ ഒരു പ്രതിവിധിയല്ല. കാരണം ഇതൊക്കെ മാക്സിമം എന്താ ഉണ്ടാവുന്ന, ഇയാള് ജയിലിലടക്കും, അതല്ലേ ഉണ്ടാവുന്ന. അതുപോലെ തന്നെ അപ്പൊ അങ്ങനെയുള്ളൊക്കെ സന്ദർഭത്തില് നമുക്ക് സാധാരണ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സ് ചില ഗൈഡൻസ് തരും. ഒരുപക്ഷെ അവർക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഈ ഇടപെടുന്നവർക്ക് അവരെ നയിക്കാൻ സാധിക്കും. അപ്പോ ആ ഒരു ഉത്തരവാദിത്വം ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാവണം. മറ്റൊരു, എത്രമാത്രം ക്രൂരമായിട്ട് ആളുകൾ പെരുമാറുന്നു എന്നുള്ളതും ഇന്നലെ എന്റെ കുറെ മാസങ്ങൾക്ക് ശേഷം ഞാൻ വിളിച്ചു സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരന് നല്ല ഉദ്യോഗമുള്ള ആളാണ്. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് എന്തോ പ്രശ്നം വന്നപ്പോൾ 50,000 ഉറുപ്പിക സ്നേഹത്തോടു കൂടിയിട്ട്, പലിശക്കല്ല, കടം മേടിച്ചു. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും ഇങ്ങനെ മേടിച്ചാലും ചെക്ക് തരാം, ഞാൻ തരുമ്പോഴേ തിരിച്ചു തന്നാൽ മതി എന്നിട്ട് ഇദ്ദേഹം ഒരു മനസ്കത കാണിച്ചു. അങ്ങനെ 3-4 ഗഡുവായിട്ട് 50,000 തിരിച്ചു കൊടുത്തു. എന്തോ ഒരു ദുഷിച്ച മനസ്സ് മറ്റാൾക്കുണ്ടാകുകയും ചെക്ക് സബ്മിറ്റ് ചെയ്ത് ആ ചെക്കിൽ 150 1,50,000 എഴുതി സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ജയിലിൽ പോയി. ഇപ്പൊ ജയിലിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പോഴും സിവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്. ആ വ്യക്തിയെ ഞാൻ വിളിച്ചു, ഇവരിൽ നിന്ന്
നമ്പർ വാങ്ങിച്ചു, വിളിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഇത്ര വേദന തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തൂടെ, പലിശ ഇല്ലാതെ സഹായിക്കാമായിരുന്നില്ലേ എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം. അദ്ദേഹം സംസാരിച്ച ഭാഷ വളരെ വളരെ നികൃഷ്ടമായ വിധത്തിൽ എന്നോട് സംസാരിച്ചത്. അത് പ്രതീക്ഷിച്ചത് തന്നെ ഞാൻ വിളിച്ചതും. ചിലപ്പോഴ് അതൊക്കെ ഉണ്ടായാലും അയാളുടെ മനസ്സ് മാറിയാലോ എന്നുള്ള നിലക്കാണ് വിളിച്ചത്. പക്ഷെ മനസ്സ് മാറില്ല. ഇപ്പോഴും അയാൾ ആ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യനെന്ന് ജോലിയില്ല, വിസ കഴിഞ്ഞിരിക്കുന്നു, ഭാര്യയും കുട്ടികളും ഉണ്ട്, അവരെ നാട്ടിലയക്കാൻ പറ്റാത്ത സാഹചര്യം. സ്വന്തം അച്ഛനും അമ്മയും ഇവിടെ വന്നു ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ള സ്വത്ത് വിറ്റ പൈസയായിട്ട് അത് നീട്ടിയപ്പോഴ് ആ അച്ഛന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു ഈ ക്രൂര മനുഷ്യൻ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. എന്തായാലും നമ്മൾ ആ തരത്തിൽപ്പെട്ട, ആ ഗണത്തിൽപ്പെട്ട ഒരു കൂട്ടത്തിലേക്ക് കടക്കണ്ട. അപ്പോ അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഇടപെടലുകൾ, മനസ്സുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ, ഇന്ത്യൻ കൌൺസിലേറ്റില് കൌൺസിലിങ്ങിനുള്ള സൌകര്യങ്ങളുണ്ട്. ഇവിടെ അതിന് സന്നിധരായിട്ടുള്ള ധാരാളം വിദഗ്ധരുണ്ട്, സഹായിക്കുവാനും അവരുടെ ക്ലേശങ്ങൾക്ക് പരിഹാരം കാണാനും ഉണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ നമ്പർ പറയുമ്പോൾ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് ഇടപെടാൻ താല്പര്യമാണ്. അതുപോലെ തന്നെ അത്തരം ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സഹായിക്കുവാനും നമുക്ക് സാധിക്കും. സാറിന്റെ നമ്പർ നമുക്ക് പിന്നീട് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് നേരിട്ട് തന്നെ ഷംസുദ്ദീൻ സാറുമായിട്ട് സംസാരിക്കാം. അതിനുവേണ്ടി വിളിക്കാവുന്നതാണ് 04391416 എന്ന നമ്പറിലേക്ക്. അത് ശ്രീ KV ഷംസുദ്ദീൻ സാറാണ്. സർ പറയും. പ്രത്യേകമായിട്ട് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്, അടുത്ത 2 ആഴ്ച ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിന് അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക്ക് പറയുകയാണ്. സാറിനും ഞങ്ങളുടെ വകയായിട്ട് താങ്ക് യു. പ്രധാനമായിട്ട് ഞാൻ ഈ 2 ആഴ്ച പോകുന്നത് ഏതാനും ക്ലാസുകൾ നടത്തുന്നുണ്ട്. അത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പലരും ചോദിക്കാറുള്ളത് തെക്കൻ കേരളത്തിൽ കാര്യമായിട്ട് തെക്കൻ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. 4-5 ക്ലാസുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 ക്ലാസുകളും കൂടെ നടക്കുന്നു. ഒന്ന് ഒരേ ദിവസമാണ്. ഓഗസ്റ്റ് 9-ാം തീയതി മണനാക്ക് പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അറഫ ഓഡിറ്റോറിയം, എലിപ്പാക്കുളം കായംകുളം എന്ന സ്ഥലത്ത്. എലിപ്പാക്കുളം അല്ല സാർ, അതെ, ഇലിപ്പക്കുളം, ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലം. എലിപ്പക്കുളം, കായംകുളം അടുത്ത്. അത് വൈകിട്ട് 4:30 അറഫ ഓഡിറ്റോറിയം. അറഫ ഓഡിറ്റോറിയം 9-ാം തീയതി, ഓഗസ്റ്റ് 9-ാം തീയതി 4:30 അവിടെ നടക്കുന്നത്. അന്ന് തന്നെ രാവിലെ മാസ് ഓഡിറ്റോറിയം വർക്കലയിലുണ്ട്. അത് 9:30 ആരംഭിക്കുന്നത്. വർക്കല മാസ് ഓഡിറ്റോറിയത്തില് 9-ാം തീയതി 9:30. അതുപോലെ അറഫ ഓഡിറ്റോറിയം ഇലിപ്പക്കുളം കായംകുളം അടുത്ത് വൈകിട്ട് 4:30. അത് കൂടാതെ ചാവക്കാട് അഞ്ചങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് 8-ാം തീയതി വൈകിട്ട് 3 മണിക്കുണ്ട്. അത് ചാവക്കാട് പ്രദേശത്തുള്ള പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അങ്ങനെ 3 പരിപാടികളുണ്ട്. മിക്കവാറും 10-ാം തീയതി വർക്കലയിലും ഉണ്ടായേക്കും. വർക്കലയിൽ ഒരെണ്ണം ഇപ്പൊ നമ്മൾ പറഞ്ഞു, മാസ് അല്ലേ, മാസ് ഓഡിറ്റോറിയത്തിൽ. അല്ല വർക്കല, വടകര. 10-ാം തീയതി വടകര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെ, മിക്കവാറും അന്നതൊക്കെ ഫിക്സ് ചെയ്യും. ശരി, കാരണം ഒരേ പോക്കിൽ തന്നെ ഇത് 4 തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കൂടാതെ 1-2 എണ്ണം വേറെ നടത്തുന്നുണ്ട്. അത് പബ്ലിക്കിന് വേണ്ടിയിട്ടല്ല, ചില സംഘടനകൾ അവരുടെ മെമ്പർമാർക്ക് മാത്രം വേണ്ടിയിട്ട് നടത്തുന്നത് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പ്രോഗ്രാമുകൾ പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നടത്തുന്നതാണ്. ഈ പ്രദേശത്തുള്ള ഇവിടെയുള്ള ഗൾഫിലുള്ള പ്രവാസികളെ തീർച്ചയായും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അതിൽ പങ്കെടുപ്പിക്കണം. ഇതിനു മുമ്പൊക്കെ അങ്ങനെ പങ്കെടുപ്പിച്ചതിന്റെ ഫലമായിട്ട് കാര്യമായ മാറ്റം അവരുടെ സാമ്പത്തികമായ ചെലവഴിക്കുന്ന സ്വഭാവത്തിലും മറ്റുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഫലം നമുക്കുണ്ടാക്കുവാൻ സാധിക്കും. അത് ഓർമ്മപ്പെടുത്തുകയാണ്. വേറൊരു കാര്യം കൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള ലേബർ ക്യാമ്പിലെല്ലാം നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വീണ്ടും സജ ക്യാമ്പിൽ പോയിരുന്നു. അവിടെ ഏകദേശം 10,000 ഇഫ്താർ കിറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അംഗീകൃത സംഘടനകളുടെ നേതൃത്വത്തിൽ 300ഓളം വളണ്ടിയേഴ്സ് അവിടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ജാതി മത വ്യത്യാസമല്ലാതെ
ആ സമയത്ത് വന്ന് അവർ ഭക്ഷണം കഴിക്കുന്നു. നോമ്പ് ഫാസ്റ്റ് എടുക്കാത്തവര് അത് കഴിച്ച് പോകുന്നു. മറ്റുള്ളവർ പ്രയർ നടത്തുന്നു. ഇതെല്ലാം ചെയ്യുന്നു. അതിന് ചെലവ് വരുന്ന 6 ദിർഹേ ചെലവ് വരുന്നുള്ളൂ ഒരാൾക്ക്. പക്ഷെ അതേ സമയത്ത് അവരാ ഭക്ഷണം ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ 10-12 ദിർഹം വരും. ഒരു മാസം അവർക്ക് ആ 10 ദിർഹം സേവ് ചെയ്യാൻ 300 ദിർഹം സേവ് ചെയ്യാൻ പറ്റുമ്പോൾ അവരുടെ നാട്ടിലേക്ക് ആ 300 ദിർഹം അയച്ചാൽ അവരുടെ കുടുംബത്തിന് ഒരു മാസം ജീവിക്കാനുള്ള വകയാണ് അതുകൊണ്ട് കിട്ടുന്നത്. തീർച്ചയായും. അപ്പോൾ നമ്മളുടെ ആ ചെറിയ സംഭാവന ഒരു കുടുംബത്തെ ഒരു മാസം രക്ഷപ്പെടുത്തുന്ന സംഭാവനയായിട്ട് മാറുകയാണ്. അതിന് ഇവിടെയുള്ള സംഘടനകളുമായിട്ട് ഇപ്പൊ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ എത്ര ചെറിയ സംഖ്യയാണെങ്കിലും കൂടിയ സംഖ്യയാണെങ്കിലും, ഇന്നലെ ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിട്ട് 1000കണക്കിന് കിറ്റാണ് കൊടുത്തത്. അവിടെ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കൂടുതൽ നൽകാമെന്ന് അവരെല്ലാം നേരിട്ട് ചെന്ന് കാര്യങ്ങൾ ചെയ്യണം. അവിടുത്തെ കാര്യങ്ങൾ കണ്ട് ഇതിന് പങ്കാളികളാവണം. അത് ചെയ്യുമ്പോൾ അവരുടെ ജീവിതവും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതൊരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നോമ്പ് തുറന്നതിനേക്കാൾ സംതൃപ്തി അവിടെ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ അതിൽ സഹകരിക്കുക. അതുപോലെ തന്നെ അതിൽ പങ്കാളിയാവുകയും ചെയ്യുക. സാമ്പത്തിക സഹായം മാത്രമല്ല, നിങ്ങൾ പങ്കാളിയാവുകയും ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു ആഴ്ചത്തേക്കുള്ള ഫുഡ് ആണ്. അതിൽ 20 ദിർഹത്തോളം ഏകദേശം കോസ്റ്റ് വരുന്നത്. ഒരാഴ്ചത്തേക്കുള്ള ഫുഡാണ്. അത് വേണമെങ്കിൽ കൊടുക്കാനുള്ള സംരംഭം ചെയ്യുന്നുണ്ട്, സംവിധാനമുണ്ട്. അതിനോടൊപ്പം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു വർഷത്തിൽ 1 മാസമല്ല, ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. ഇനി 11 മാസം കിടക്കുന്നുണ്ട്. ഈ 11 മാസവും ഈ ആളുകൾക്ക് കഷ്ടതകൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മാസങ്ങളിലും നമ്മളുടെ എല്ലാവരുടെയും ആ മഹാമനസ്കത ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്നില്ലെങ്കിലും ഫുഡ് കിറ്റായിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനുള്ള പ്രവർത്തകരുണ്ട്, അംഗീകൃത സംഘടനകളുണ്ട്. ഇങ്ങനെ ബന്ധപ്പെട്ട് 1 കിറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ 1 കിറ്റെങ്കിലും, കൂടുതൽ കൊടുക്കുന്നവർ കൂടുതൽ കൊടുത്തുകൊണ്ട് അവിടെയുള്ള അതിദയനീയമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ പുണ്യമാസത്തിൽ നമ്മൾ ഓരോരുത്തരും, കേൾക്കുന്ന ഓരോരുത്തരും ഒരാൾക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുമെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ ലക്ഷോപലക്ഷം ആളുകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സാർ പറഞ്ഞൊരു വലിയ കാര്യമാണ്, ഒരു വിശാലമായ കാഴ്ചപ്പാടാണ്. അതായത് ഒരു വർഷത്തിൽ 1 മാസമല്ല, ഇനിയും 11 മാസമുണ്ട്. ഈ ഒരു മാസത്തിലാണ് നമ്മൾ കൂടുതലായും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദാനവും ഒക്കെ ചെയ്യാനായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഇതൊരു പാഠമാണല്ലേ, വലിയൊരു ഞാൻ എല്ലാ വർഷവും നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങി 2001 റംസാൻ, അന്നത്തെ റംസാൻ 1-നാണ് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയത്. അന്ന് മുതൽ എല്ലാ വർഷവും പറയുന്ന ഒരു കാര്യമാണത്. ധാരാളം ആളുകൾ അതിന്റെ ഫലമായിട്ട് അവരുടെ സഹായസ്ഥമായി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് തരുന്ന സംതൃപ്തിയും സന്തോഷവും. ഇനി നമുക്ക് കോളുകളിലേക്ക് പോയാലോ? അതെ, ജീവിതരേഖയിലേക്ക് സ്വാഗതം. നമസ്കാരം രാജീവ്ജി. നമസ്കാരം. ഷംസുൻ സാറുണ്ട്, സംസാരിച്ചോളൂ. സാർ, ഞാനൊരു സാറിന് കേട്ടപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. പറയൂ. എന്താ പേര് താങ്കളുടെ? എന്റെ പേര് സുരേഷ് എന്നാണ്. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഒമാനിൽ നിന്നാണ്. ഓക്കെ, പറയൂ സുരേഷ്. സാർ, ഈ ആത്മഹത്യനെ പറ്റി പറഞ്ഞപ്പോഴേ വല്ലാത്തൊരു സത്യം പറഞ്ഞാല് ഞാനും ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചതായിരുന്നു. ഒരുപാട് കടങ്ങളും കുട്ടികളുടെ പഠിപ്പും വീടിന്റെ പണിയും അങ്ങനെ വെച്ച് ഒരുപാട് ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പലവട്ടം ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ആയിപ്പോ. പിന്നെ അതിന്ന് ഇങ്ങനെ കുട്ടികളുടെ കാര്യവും കുട്ടികളുടെ പഠിപ്പിനെ പറ്റിയിട്ടും വീടിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെ മാറിയിട്ട് ഇപ്പൊ ഞാൻ ഒരു വിധം കടങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി ഞാൻ. ഓക്കെ സുരേഷ്, താങ്കളിപ്പോ വിളിച്ചല്ലോ. ഇനി താങ്കളുടെ മനസ്സിൽ ആത്മഹത്യ എന്നുള്ള പദം ഉണ്ടാവാൻ പാടില്ല. അത് ഡിലീറ്റ് ചെയ്യണം. ഈ ലക്ഷോപലക്ഷം പ്രേക്ഷകര്, ലക്ഷോപലക്ഷം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ വെച്ച് താങ്കൾ എന്നോട് ഇപ്പൊ പറയണം, ഞാൻ അത്തരം ചിന്ത ഒരിക്കലും എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരില്ല എന്ന്. ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ചാൽ സാറേ, ഞാൻ ഇപ്പൊ എന്റെ മോള് 2 മക്കള് ബാംഗ്ലൂർ പഠിക്കുന്നു. ഒരാൾ BSc നഴ്സിംഗ് കഴിഞ്ഞു, ഒരു മോള് ഇപ്പൊ 2nd ഇയർ ആണ്,
മോൻ 9ാം ക്ലാസ്സിലാണ്. അതൊക്കെ ഒരുപാട് ചെലവ് തന്നെ. അപ്പോ ആ ചെലവ് എനിക്ക് ഞാൻ ഇടപെടണം താങ്കളോട്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകള് താങ്കളുടെ ജീവിത വിജയത്തിന് വേണ്ടി, താങ്കളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ പുണ്യമാസത്തിലുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിക്കും. അതുകൊണ്ട് താങ്കള് അങ്ങനെ ഒരു കാര്യം ഇനി ജീവിതത്തിൽ ചിന്തിക്കാൻ പാടില്ല. താങ്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. താങ്കളുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ആ നമ്പറില് താങ്കളെ ഞാൻ വിളിക്കും. ഒമാനിൽ വരുമ്പോ താങ്കളെ ഞാൻ കാണും. സാറേ, ഞാൻ ഇപ്പൊ വന്നിട്ട് 5 വർഷത്തോളമായി നാട്ടിൽ നിന്ന് വന്നിട്ട്. അതെ. ഇതുവരെയ്ക്ക് മക്കളെ പഠിപ്പും ഈ വീടിന്റെ ജോലിയും ഒരുപാട് പൈസ ഈ വട്ടിപ്പലിശയ്ക്ക് വാങ്ങിച്ചിട്ട് പോലെയാണ് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചത്. അതെ. പക്ഷെ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതേ സമയത്ത് അത് നമുക്ക് പൊന്താവുന്ന കാര്യം. ഇതിനൊക്കെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പൊന്താത്ത കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായത്, നമ്മുടെ സാമ്പത്തിക ശേഷി കൊണ്ട് അടച്ചു തീർക്കാവുന്ന വിധത്തിലുള്ള പലിശയ്ക്കുള്ള പണയം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇതെല്ലാം സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മളെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഒരു വീട് വേണം, ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്. പക്ഷെ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ ഒതുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മുടെ സാമ്പത്തിക ശേഷിയിൽ ഒതുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. എന്തായാലും താങ്കൾക്ക് നല്ല ജീവിതം, ഇനി അങ്ങോട്ടൊരു നല്ല ജീവിതം ഉണ്ടാവും. അതിനുവേണ്ടി ലക്ഷോപലക്ഷം ശ്രോതാക്കൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. സുരേഷിന്റെ നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. സാറിന് തരുന്നതായിരിക്കും. ഒമാനിൽ പോകുമ്പോൾ അദ്ദേഹത്തെ കാണാം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ കാണുന്നതായിരിക്കും. ഷംസീൻ സാർ, സാറിന് പരിചയമുള്ള ഒരാള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ ലൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ കേട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് വളരെ പ്രചോദനാത്മകമായിട്ടുള്ള സന്ദേശം നൽകാൻ കഴിയുന്ന ഒരാൾ തന്നെ ആയിരിക്കും ഇത്. സാറിന് അറിയാവുന്ന ആളാണ്. പേരെന്താണ്? ഹലോ, അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. സാർ, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വേണ്ട കാര്യം പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും എന്നെ ശ്രവിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ പരിശുദ്ധ മാസത്തിന്റെ റമദാൻ ആശംസകൾ. കടങ്ങളിൽ പൊറുതിമുട്ടി ജീവിക്കുന്ന എല്ലാ ആൾക്കാരുടെയും കടങ്ങൾ പടച്ചവൻ എത്രയും വേഗം മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ. എനിക്ക് സാറിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ കൊള്ളാവുന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ. ഒരു പക്ഷേ സാറ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പ്രതിപാദിച്ചത് എന്നെ കുറിച്ചാണോ എന്നെനിക്ക് സംശയം. അപ്പോ എനിക്ക് ആളെ മനസ്സിലായിട്ടുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. കാര്യം ധാരാളം ആൾക്കാർ വിഷമിക്കുന്നവരുണ്ടെന്ന് എനിക്ക് അറിയാം. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മൾ കേട്ടു കടത്തിന്റെ പ്രശ്നത്തില് കടം കാരണം മുങ്ങി പ്രയാസങ്ങളിൽ പെട്ട് മരിച്ച വിവരവും സൂയിസൈഡ് ചെയ്ത വിവരങ്ങളും എല്ലാം കേട്ടിട്ടുണ്ട്. താങ്കളുടെ സാഹചര്യം എങ്ങനെയായിരുന്നു? എനിക്ക് എന്റെ ജോലി ചെയ്ത് എന്റെ മുഴുവൻ പൈസ ശമ്പളത്തിൽ നിന്നും അടച്ചു കഴിഞ്ഞാലും തീരാത്ത രീതിയിലുള്ള കടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഇതിന്റെ ആവശ്യം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ഞാനൊരു ചെറിയ തൊഴിൽ ചെയ്തിരുന്ന വേളയിലാണ്. ഇത് എന്റെ സ്റ്റാർട്ടിങ് 90s ആണ്. ഒരു എൻഡ് ഓഫ് 90s ഞാനിത് ചെയ്തിരുന്നത്. ബിസിനസ്സിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു 5 മിനിറ്റേ ഉള്ളൂ നമുക്ക്. ഓക്കെ ഞാൻ ചുരുക്കാം സാർ, ഞാൻ ചുരുക്കാം. ഓക്കെ, ഇത് താങ്ങാൻ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കാകെ വിഷമവും പ്രയാസവുമായി. അപ്പൊ ഞാനിങ്ങനെ റേഡിയോയിൽ പരിപാടി കേട്ട് സാറിന്റെ പേരും കേട്ടപ്പോൾ ഞാൻ വിളിച്ചു, സാറിനോട് ചോദിച്ചു. അപ്പൊ സാർ പറഞ്ഞു നമ്പർ തരൂ, നമുക്ക് എങ്ങനെയെങ്കിലും പ്രതിവിധി കണ്ടെത്താമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറിനോട് ആദ്യം ഞാൻ പറഞ്ഞത് എന്റെ കടം വീടുന്നതിന് മുമ്പ് എന്റെ റൂഹിനെ പിടിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കണം. അതായത് എന്നെ മരിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. അത് എനിക്ക് എന്താണെന്നറിയില്ല. അതിനുശേഷം എനിക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്ക് കടങ്ങൾ വീട്ടാൻ പറ്റി. കാര്യം ഞാൻ ആദ്യമായ ഒരു പ്രതിജ്ഞ എടുത്തു. കാര്യം എനിക്ക് 11 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. അറ്റ് എ ടൈം 70,000 11 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. 70,000 ദിർഹംസ് ആയിരുന്നു എന്റെ അറ്റ് എ ടൈം ബാങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നത്. കൂടാതെ പേഴ്സണൽ ലോൺസ് ധാരാളം ഉണ്ടായിരുന്നു. കാര്യം ബിസിനസ് പൊട്ടിയ സ്ഥിതിക്ക് ബിസിനസ് നിർത്തണമെന്നുണ്ടെങ്കിൽ പണം ഇറക്കിയേ പറ്റുള്ളൂ. ആ അവസ്ഥയിൽ കാണുന്നവരോടൊക്കെ വാങ്ങി പൈസ. അവരുടെ ഒന്നും മുഖത്ത് നോക്കാൻ വയ്യാതായി. ജോലിയിൽ പ്രശ്നങ്ങളായി. ജോലിയിൽ പ്രഷർ കാരണം ജോലി നഷ്ടപ്പെട്ടു.
ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിച്ചു. പിന്നെ എന്റെ ഒരു സഹോദരൻ, എന്റെ ഒരു മുതിർന്ന സഹോദരൻ എന്നോട് പറഞ്ഞു, നീ ഒരു പ്രതിജ്ഞ എടുക്കൂ, പലിശ സംബന്ധമായ ഒരു കാര്യത്തിലും ഇനി ഇടപെടില്ല എന്ന് പഠിച്ചവനോട് പ്രാർത്ഥിച്ച് പ്രായശ്ചിത്തം നേടാൻ പറഞ്ഞു. ഞാനത് ചെയ്തു. അതിനുശേഷം എനിക്ക് അപ്രതീക്ഷിതമായ സഹായമാണ് എനിക്ക് കിട്ടിയത്. അതിൽ ധാരാളം ഘടകങ്ങളുണ്ട്. ഞാൻ ബാങ്കുകളിൽ ഞാൻ നേരിട്ട് പോയി. ഞാൻ മടങ്ങിയിരുന്നില്ല, ഞാൻ ഒളിച്ചിരുന്നില്ല, ഞാൻ ഫോൺ എടുക്കാതെ ഇരുന്നില്ല. എല്ലാത്തിനും ഞാൻ ധൈര്യപൂർവ്വം മറുപടി ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരൂ, ഞാൻ ഇത്ര ദിർഹംസ് ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ളൂ, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തു തരണം. ധാരാളം ബാങ്കുകൾ എന്നെ സഹായിച്ചു, ധാരാളം ബാങ്കുകൾ എന്നെ സഹായിച്ചില്ല. ഏറെക്കുറെ എനിക്ക് വേണമെങ്കിൽ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏകദേശം 4-5 ബാങ്കുകൾ എന്നെ സഹായിച്ചു, 6-7 ബാങ്കുകൾ എന്നെ വഞ്ചിക്കുകയും ചെയ്തു. പക്ഷെ അതെല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ പൈസകൾ അടിച്ചു, പണം തീർത്തു. അപ്പം ഇത് എനിക്ക് എല്ലാ ശ്രോതാക്കളോടും പറയാൻ പോകുന്നത്, ഈ പ്രയാസത്തിൽ അനുഭവപ്പെടുന്ന ശ്രോതാക്കളോടും പറയാനുള്ളത്, യാതൊരു കാരണവശാലും നിങ്ങൾ ഡിപ്രസ്ഡ് ആകരുത്. നിങ്ങൾക്ക് ധാരാളം സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ പഴയതുപോലെയല്ല ജനങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് വിരൽത്തുമ്പുകളിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ആൾക്കാരെ അറിയിക്കാം. നിങ്ങളുടെ സഹോദരനെയോ നിങ്ങളുടെ ബന്ധുക്കളെയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ അപകടങ്ങളിൽ നിന്ന്, അതായത് നിങ്ങൾ ഒരു മുസ്ലിമിന്റെ മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആത്മഹത്യയാണെങ്കിൽ തീർച്ചയായും നരകത്തിലേക്ക് പോകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും ആത്മഹത്യ സൊല്യൂഷൻ അല്ല. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. എന്ത് പ്രശ്നത്തിനും ദൈവം സഹായിച്ച് ഈ കെ വി ഷംസുദ്ദീൻ സാഹിബിനെ പോലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഇവിടെയുണ്ട്. അവരുമായിട്ട് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്ന കടക്കാരോടും മാത്രമാണ്. കടക്കാർ ദയവ് ചെയ്ത് ഇത് എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വളരെ ധന്യമായി ഷംസുദ്ദീൻ. അതെ, രാജീവ് വളരെ സംതൃപ്തി. തീർച്ചയായിട്ടും. കാരണം ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ തന്നെയുള്ള ആത്മഹത്യയുടെ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഉള്ളു പൊള്ളുന്നുണ്ടായിരുന്നു. നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ റെക്കോർഡ് വെർഷൻ ഉണ്ട്. അതെ, സാറിന്റെ നമ്പർ കൂടി പറഞ്ഞോളൂ. എന്റെ നമ്പർ 05064678001 05064678001. ആ നമ്പറിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ, അതുകൂടാതെ നിങ്ങൾ നിക്ഷേപ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, നിങ്ങൾ ഇങ്ങനെയുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ അതിന് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാം. അതിന് കൂടാതെ kvshams@gmail.com kvshams@gmail.com അതിൽ മെയിലും ചെയ്യാം. നിങ്ങൾ ഞാൻ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ എന്തായാലും തിരിച്ചു വിളിക്കും. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി. വീണ്ടും അഡ്വാൻസ് ആയിട്ട് ഇത് മുബാറക്ക് പറയുന്നു. കാരണം ഞാൻ ഉണ്ടാവില്ല ഇത് സമയത്ത്. നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങളുടെ കുടുംബങ്ങളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ വീണ്ടും എനിക്ക് പറയാനുള്ളത്, കടങ്ങളുള്ളവർ ഒരു തരത്തിലും ആത്മഹത്യ എന്നുള്ള ഒരു പദം നമ്മുടെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളയുക, അതൊന്നും ഒരു പരിഹാരമല്ല. അത് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറ് നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഉള്ള എല്ലാ മീറ്റിംഗുകൾക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. മുബാറക് ഇൻ അഡ്വാൻസ്. താങ്ക് യു.